പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിന്റെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് പ്രത്യേക സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഷെഫ് ജോമോനാണ്, UK-യിൽ നിന്ന്. ഷെഫിന് വെൽക്കം. അതുപോലെ തന്നെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് ഈ ഒരു ഓൺലൈൻ സംരംഭത്തിലേക്ക് കയറിയതിന് വളരെയധികം നന്ദിയുണ്ട്. ഷെഫ് നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാലും രാവിലെ പിള്ളേരൊക്കെ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്ത് ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ ജോയിൻ ചെയ്തു. അപ്പൊ നമസ്കാരം. പോഡ്കാസ്റ്റ് ബൈ നിഷ ജോർജിന്റെ ഷെഫുമാർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. ഷെഫിന് ആർക്കും അത്രയ്ക്ക് പരിചയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ UK-ലും പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും വളരെയധികം ഫേമസ് ആണ്. പക്ഷെ പരിചയം ഉണ്ടോന്നല്ല കേട്ടോ, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം പറഞ്ഞതാ. ഷെഫിന്റെ ഫീലിംഗ് ഒന്ന് നോക്കിയതാ ഞാൻ. അങ്ങനെയല്ല, സത്യത്തിൽ പറഞ്ഞു വളരെ ഫേമസ് ആണ്. ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ചില മലയാളികൾ ഉള്ളിടത്തൊക്കെ നമ്മളെ അറിയുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ ഒരുവിധം അറിയാറുണ്ട്. ഫുഡാണല്ലോ മെയിൻ. അപ്പം അതിനെ ഇഷ്ടപ്പെടും. കാരണം ഞാൻ ചെയ്യുന്നത് ഇച്ചിരി ഡിഫറെന്റ് ആണ്. അപ്പം ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപോലെ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പം ഒരു വീട്ടമ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹൗസ് വൈഫ് കാണുന്ന പ്രോഗ്രാമിനേക്കാളും ഇപ്പൊ നമ്മൾ റെസിപ്പി ഉണ്ടാക്കി, ആ റെസിപ്പി നമ്മൾ അതെങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അത് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഫുഡ് പ്ലേറ്റിംഗോടും അല്ല അതിന്റെ പ്രസന്റേഷനും കൂടെ ഒക്കെ കാണിക്കാണ് ഞാൻ ശ്രമിക്കാറ്. സത്യം പറഞ്ഞു അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ് ആയി വരുന്നത് ചുരുക്കമാണ്. ഷെഫിന്റെ ആ ഒരു ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ ഞാൻ നല്ല റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കപ്പയും ഐറ്റംസും എല്ലാം കൂടെ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കാണുവാന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് തന്നെ ആലോചിക്കാണ്. എങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്? സത്യം പറയാ, അല്ല ആക്ച്വലി അതൊരു 3 വർഷം മുമ്പ് എന്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൂടാനൊക്കെ ശ്രമിക്കാൻ തുടങ്ങിയത്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലില് ഞാൻ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു, ഷെഫ് ക്യൂസീനായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പൊ എന്റെ എക്സിക്യൂട്ടീവ് ഷെഫ് എന്നോട് പറഞ്ഞു, ജോമോൻ നിനക്ക് എന്തെങ്കിലും മെനുവിൽ പുതിയ ഐറ്റം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞു. അപ്പം ഈ മലയാളി ചുരുക്കകത്ത് കിടക്കുന്നിടത്തോളം കാലം നമുക്ക് എന്തെങ്കിലും മലയാളി ഫുഡ് മെനുവിൽ ഉണ്ടെന്നാണല്ലോ. അതൊരു നോർത്ത് ഇന്ത്യൻ മേൽക്കോയ്മയുള്ള റെസ്റ്റോറന്റും ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ആക്ച്വലി. അത് റെസ്റ്റോറന്റ് ലളിത് ലണ്ടൻ എന്ന് പറഞ്ഞത് അതൊരു 5 സ്റ്റാർ ചെയിൻ ഹോട്ടലാണ്, ഇന്റർനാഷണൽ ചെയിൻ. ഇന്ത്യയിൽ ഒരു 15 ഹോട്ടൽസ് ഉണ്ട്, അതിൽ ഒരെണ്ണം ഉള്ളൂ ഇന്ത്യക്ക് വെളിയില്ല. ഇതില് അന്ന് സെക്കൻഡ് കമാൻഡ് എടുപ്പിച്ചാണ് ഞാൻ ടീം ലീഡ് ചെയ്യുന്ന സമയം. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് കപ്പയും മീൻകറിയും ആണ് ഞാൻ മെനുവിലിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചോളം ലണ്ടനിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കപ്പയും മീൻകറിയും മെനുവിൽ വരുന്ന ഒരു കൺസേൺ ആയിരുന്നു എന്നെ സംബന്ധിച്ചോളം. ആ സമയത്ത് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സാധനം കൊണ്ടുവരാന്നുള്ളൊരു ഫീൽ. എനിക്ക് തോന്നുന്നു കുറച്ച് ക്രിട്ടിക്സ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മളുടെ ഐറ്റംസ് ഒരുപാട്. അപ്പം ഞാൻ അത് മെനുവിലിട്ടപ്പം ഞാൻ മാത്രമാണ് മലയാളി. ഫുൾ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു മലയാളി ഞാനാണ്. അപ്പൊ എനിക്ക് ബാക്കിയുള്ള ടീമിനെ, സ്റ്റാഫിനെ, ഷെഫ്സിനെ എല്ലാരെയും കൺവിൻസ് ചെയ്യേണ്ടി വന്നു ഈ ഒരു സാധനം എന്തുകൊണ്ടും. അപ്പൊ നമുക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഐറ്റമിനെ കൺവിൻസ് ചെയ്തിട്ട് ഇതാണ് മെനുവിൽ ഇടേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. അങ്ങനെ ആ സാധനം മെനുവിൽ വന്നു, എല്ലാരെയും കൺവിൻസ് ചെയ്യാൻ മെനുവിൽ ഇട്ടു. ആദ്യത്തെ 3 ആഴ്ച സെല് ചെയ്ത പോർഷൻ 2-3 പോർഷനാണ്. അപ്പൊ അത് ഭയങ്കര ഒരു നാണക്കേട് പോലെയോ അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് അങ്ങനെ ഇന്ത്യയിൽ എന്നാലും നമ്മുടെ ഫുഡിനെ ആരും അംഗീകരിക്കുന്നില്ല. അത് ഒരുപക്ഷെ പേഴ്സണലി എന്നോട് ചോദിച്ചാൽ എനിക്കും ഭയങ്കര സങ്കടമായി. കാരണം ഇത്തിരി പ്രൗഡോടെ ഞാൻ ഇട്ടതാണ്, പക്ഷെ ആരും അത് വാങ്ങുന്നില്ല, അപ്പം ആരും അത് മേടിക്കുന്നില്ല എന്നുള്ളൊരു കാലത്ത്. അപ്പൊ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഈ റെസ്റ്റോറന്റിലേക്ക് ഇറങ്ങുന്ന ഗസ്റ്റുകളെ കാണുകയും പരിചയപ്പെടുകയും ഗ്രീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെ ഒരു ദിവസം ഒരാൾ എന്നെ വിളിച്ചു, ഷെഫ് ജോമോൻ ഒരു ഗസ്റ്റ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പം 3-4 വട്ടം ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ക്ലയൻസിനെ കൊണ്ട് വന്നിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ. അപ്പൊ എന്നെ വിളിച്ചത് ആ ക്ലയൻസിന്റെ മുമ്പിൽ അദ്ദേഹം ഷെഫിനെ അറിയാമെന്ന് കാണിക്കാനുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് ഷെഫ് എന്തുകൊണ്ട് സ്പെഷ്യൽ കഴിക്കാൻ എന്റെ ക്ലയൻസ് ആണ്. അപ്പം അത് അവർക്കും ഒരു ഇതാണല്ലോ, ഷെഫിനെ ഡയറക്റ്റ് പേഴ്സണലി വിളിക്കാന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. അപ്പൊ ഞാൻ പേഴ്സണലി പോയി സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് അതൊരു എന്താ പറയാ ഒരു അക്സെപ്റ്റൻസ് ഫീൽ. അപ്പൊ ഞാൻ ഈ ഉണ്ടല്ലോ നമ്മൾ ഈ അകത്തെ കിടക്കുന്ന മലയാളി ഉണരുന്ന ചില സമയം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സാർ എന്താണ് സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സി ദിസ് ഇസ് വാട്ട് മൈ സ്പെഷ്യൽ ഈസ്. അപ്പം കപ്പയും മീൻകറിയും സെല് ചെയ്യാൻ കിട്ടുന്ന എനിക്കൊരു ഓപ്ഷൻ ആണത്. അപ്പൊ അവരെല്ലാവരുടെ 6-7 പേരുണ്ട് ടേബിളിൽ. അതിനകത്ത് 2 നോർത്ത് ഇന്ത്യൻസ്, ചൈനക്കാര്, പിന്നെ 1-2 ഇംഗ്ലീഷ്. അങ്ങനെ ഒരു സമ്മിശ്ര ടേബിളാണ് അത് ആക്ച്വലി.
അപ്പം ഞാനൊരു 3 പോർഷൻ അവിടെ സെല് ചെയ്തത് ഏതോ രാജ്യം പിടിച്ചടക്കിയ രീതിയിലാണ് കിച്ചണോട്ട് വരുന്നത്. 3 പോർഷൻ കപ്പയും മീൻകറി നമ്മൾ സെല് ചെയ്യാണ്. 3 ആഴ്ച എടുത്തിട്ട് ആകെ 3 പോർഷനാണ് സെല് ചെയ്ത്. അപ്പൊ അങ്ങനെ സെല് ചെയ്ത് അവരുടെ ഫീഡ്ബാക്ക്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ പോയപ്പോൾ പറഞ്ഞത് ഒരു പക്ഷെ മെനു വായിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആക്ച്വലി കപ്പ ഫിഷ് കറി എന്താണെന്നും അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണെന്നും പറഞ്ഞാണ് ഞാൻ മെനുവിൽ കൊടുത്തിരുന്നത്. അവർക്ക് കഴിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നെയ്മീനിന്റെ കറിയാണ് ഉണ്ടാക്കിയെങ്കിലും അവരത് ഇച്ചിരി കഴിക്കാൻ അവർക്ക് ഇച്ചിരി പാടായിരുന്നു. അപ്പൊ ആ പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. അപ്പം എന്നിട്ട് അവർ ഫുഡ് ഒത്തിരി നല്ലതാണെന്നും പറഞ്ഞു. ഇറ്റ് വാസ് റിയലി ഗുഡ്, ഫുഡ് നല്ലതാണ്, യമ്മിയാണ്, അവർക്ക് ഇഷ്ടപ്പെട്ടു. സ്പൈസി ഹീറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു. മാഷ് പൊട്ടറ്റോ പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി കപ്പയുടെ സംതിങ് ഡിഫറെന്റ് ഫുഡ് എന്നൊക്കെ പറഞ്ഞപ്പം അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ്, നമ്മുടെ ഫുഡിന് ഒരിക്കലും ക്വാളിറ്റിയിലാക്കിയെന്നില്ല, അല്ലെങ്കിൽ ഫുഡിന്റെ ഒരിക്കലും ടേസ്റ്റ് അവർ ഇഷ്ടപ്പെടാതിരിക്കുന്നില്ല. പക്ഷെ അത് അവരുടെ മുമ്പിൽ എത്തിക്കാൻ, അല്ലെങ്കിൽ അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഫുഡ് എന്താണ് എന്ന് ഒരു ഭയങ്കര. അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ള ഒരു ആലോചനയിലാണ് ആദ്യമായിട്ട് ഞാൻ ഫുഡ് പ്ലേറ്റിംഗ് ചെയ്യുന്നത്. കപ്പയും മീൻകറിനെയും ആ സെയിം ഡിഷിനെയും വളരെ ആലോചിച്ച് പിടിച്ച് അതിന്റെ ഒരു പ്ലേറ്റിംഗ് ചേഞ്ച് ചെയ്തിട്ട് അതിന്റെ പേര് മാറ്റി. അതെ, ഞങ്ങളുടെയൊക്കെ ഭാഷ പറയാന്നുണ്ട്, ഒരു സർജറിക്ക് ഒരു സർജൻ ആയുധം എടുത്ത് പെരുമാറുന്നു പറയുന്നത് പോലെ വളരെ മൈന്യൂട്ടായിട്ട് ഷെഫ് അത് പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തിരുന്ന വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇറ്റ്സ് വെരി ഗുഡ്. ഞാൻ അതിന്റെ പേര് മാറ്റിയത് ആക്ച്വലി ഞാൻ പേര് മാറ്റി വന്നാൽ റെഡ് മലട്ട് എന്ന് പറഞ്ഞൊരു ഡിഷ്, നമ്മുടെ നാട്ടിലെ കിളിമീൻ പോലെ ഇരിക്കുകയാണ് ഡിഷ്. അപ്പം അതിന്റെ കറി ആദ്യം ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ അതിന്റെ ഫിലെ മാത്രമായിട്ട് എടുത്ത് മാറ്റി അതിന്റെ മുള്ളും തലയും വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ നോർമൽ കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി അതിന്റെ മുള്ളെല്ലാം എടുത്ത് മാറ്റി അത് സ്ട്രെയിൻ ചെയ്ത് അതിനൊരു തിക് സോസ് ആക്കി മാറ്റിയിട്ട് ഈ എടുത്ത ഫ്ലഷിനെ ഗ്രില്ല് ചെയ്ത് എന്നിട്ട് കറി ലീവ്സ് ഓവനിനകത്ത് വെള്ളം വരുന്നത് ചെറിയ തീയിൽ ലോങ് ടൈം ഇട്ടിട്ട് അതിങ്ങനെ പൊടിക്കാൻ പറ്റും, കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കാൻ പറ്റും പരുവത്തിലാക്കിയിട്ട് കപ്പയും അങ്ങനെ നോർമൽ കപ്പ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കപ്പ ഒരു പ്ലേറ്റിന്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഫിഷ് കറിയുടെ സോസ് ഒരു ചെറിയ പാത്രത്തിൽ കൊടുക്കും. എന്നിട്ട് റെഡ് മലട്ട് ഗ്രില്ല് ചെയ്ത് അതിന്റെ റെഡ് സ്കിൻ ഇങ്ങനെ മേലെ വെച്ച് ഗാർണിഷ് ഒക്കെ ചെയ്ത് അപ്പം ഗസ്റ്റിന് മുന്നിൽ ചെന്നിട്ട് ആ സോസിന്റെ സൈഡിൽ കൂടി ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് grilled red mullet with cassava mash and jalapeno fish curry sauce with crusted curry leaves. അപ്പൊ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കൊടുക്കുമ്പം നമ്മുടെ പഴയ പുതിയ ബോട്ടിലിനകത്താക്കി സെർവ് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ ആൾക്കാർ കഴിക്കാൻ തുടങ്ങി, ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി, നൈഫും ഫോർക്കും വെച്ച് ആൾക്കാർ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഓരോന്നും ചെയ്യാൻ തുടങ്ങി. അതെ, ഷെഫിന്റെ ഈ കൂടുതലും നമ്മുടെ കേരള ഫുഡിനെ നല്ല അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് അത് ശരിക്കും ഹാറ്റ്സ് ഓഫ് ചെയ്യും. കാരണം കൂടുതൽ പേര് നമ്മൾ ഇവിടെയൊക്കെ റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ അവിടെ കൂടുതൽ എല്ലാവരും കറി, ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ നമ്മുടെ ഈ കേരള കറീനെ പറ്റി ആർക്കും അറിയത്തില്ല. ഈവൻ ഓസ്ട്രേലിയയിലാണെന്നുണ്ടെങ്കിലും ഓസികളുടെ ഇടയിൽ പോലും അറിയത്തില്ല. ശരിക്കും കേരള ഫുഡിനെ ഇത്രയധികം ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചതിന് ശരിക്കും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് തന്നെയുണ്ട് ഷെഫ്. അതുപോലെ ഷെഫ് വളരെ ഫേമസ് ആണ്, ഷെഫ് പിള്ള, പിന്നെ ബാക്കി അങ്ങനെ BBC മാസ്റ്റർ ഷെഫ്, ഇങ്ങനെ പോകുന്ന കുറെ കഥകളുണ്ട്. സുരേഷ് ഷെഫിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അദ്ദേഹം എവിടെയാ നിൽക്കുന്നത്, അദ്ദേഹത്തിന് മുമ്പിലൊന്നും നമ്മൾ താരതമ്യം പോലും ചെയ്യരുത്. ഐ ഡു റെസ്പെക്ട് ഹിം എ ലോട്ട്. അദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് മുമ്പില് നമ്മളെ അങ്ങനെ അവൻ കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പിന്നെ എനിക്കുള്ള ഭ്രാന്ത് എന്ന് പറഞ്ഞാല് റെസിപ്പി, ചില റെസിപ്പീസ് ഒക്കെ ഞാൻ എന്റേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെ എന്തിനെ കിട്ടിയാലും അതിനെ കാണാൻ നല്ല രസത്തിൽ പ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു ഏറ്റവും വലിയ കൺസെപ്റ്റ്. ഒരാളുടെ പഠിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് പ്രസന്റേഷൻ നമുക്ക് ഒരാളുടെ പഠിക്കാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ആരും ചെയ്തു വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ സ്വയം ചെയ്യണം. നമുക്കൊരാളെ നോക്കി പഠിക്കാം. പിന്നെ നമുക്ക് പല സ്റ്റൈലുകൾ കണ്ട് കേട്ട് നമുക്ക് അതിനെ സെൽഫായിട്ട് അഡാപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ പുതിയ അപ്പൊ അതൊക്കെയാണ്. പക്ഷെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നവർ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എരിശ്ശേരിയും കൊഞ്ചുതീയിലും വരെ എന്റെ മെനുവിൽ പോയിട്ടുണ്ട്. അതെ, ഈ അടുത്തിടയ്ക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. നിഷ പറഞ്ഞത്
മറ്റേ കേരള ഫുഡിന്റെ ആ ഒരു പ്രൊമോ അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അതെ, കാരണം ശരിയാണ് നിഷ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം എക്സാക്ട്ലി ദാറ്റ്സ് വാട്ട് മൈ പോയിന്റ് ഈസ്. കാരണം എന്റെ ഒരു ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പം ഒരു ആളുടെ ജനത അല്ലെങ്കിൽ ഒരു അടുത്തുള്ള ബ്രിട്ടീഷുകാരുടെ വന്നിട്ട് ബ്ലാക്ക് ലണ്ടിൽ എന്തുവാണെന്നോ അല്ലെങ്കിൽ ദാൽമക്കനി എന്തുവാണെന്നോ ബട്ടർ ചിക്കൻ എന്തുവാണെന്നോ അറിയാം. പക്ഷെ അവർക്ക് ഒരിക്കലും എരിശ്ശേരി എന്തുവാണെന്നോ പുളിശ്ശേരി എന്തുവാണെന്നോ കാളൻ എന്തുവാണെന്നോ അറിയില്ല. അപ്പം എന്റെ ലിമിറ്റഡ് സ്പേസിൽ നിന്ന് എന്റെ നാട്ടിലെ വിഭവങ്ങൾ അവർക്ക് എന്ത് പരിചയപ്പെടുത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. ജസ്റ്റ് മേക്കിംഗ് ദം ഇല്ലിറ്ററേറ്റ് അബൌട്ട് അവർ ക്യൂസീൻ. And you are making a difference among other chefs actually, so that's really awesome. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് ഷെഫ് Le Méridien ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്ലോബൽ ഫുഡ് സേഫ്റ്റി ലീഡർ അവാർഡ് താങ്കൾക്ക് കിട്ടിയ ഒരു അവാർഡാണ്. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? കൺഗ്രാറ്റുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ, അത് എല്ലാവരുടെയും വക. ആക്ച്വലി അതൊരു UN റെക്കഗ്നൈസ്ഡ് അവാർഡായിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം ഇറ്റ്സ് ടു ക്ലോസ് ടു ഹാർട്ട്. ഞാൻ ഇവിടുന്ന് ഡൽഹി വരെ ഫ്ലൈ ചെയ്തതിലെ പണ്ടൊരു സിനിമയ്ക്കകത്ത് പറയാറുണ്ട്, മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കകത്ത് രാജമാണിക്യം ഓർമ്മയുണ്ടെന്ന് അറിയില്ല. അപ്പം എന്നെ സംബന്ധിച്ചോളം ഫ്ലൈറ്റിൽ പിടിച്ച് ചാട്ട് ചെയ്ത് പോയി ചൂട് വെച്ചിട്ട് വരുന്നു അല്ലെങ്കിൽ പോത്ത് വെച്ചോട് നടത്തിട്ട് വരും എന്നൊക്കെ പറഞ്ഞ പോലെ ഇറ്റ് വാസ് ക്ലോസ് ടു മൈ ഹാർട്ട്. കാരണം ഫ്ലൈറ്റ് പിടിച്ച് പോയി അവാർഡ് മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു സ്വപ്നം പോലും കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ജീവിതത്തിൽ അങ്ങനെ കിട്ടിയൊരു മഹാഭാഗ്യം. പിന്നെ അത് ആക്ച്വലി എന്നെ ഒരാൾ നോമിനേറ്റ് ചെയ്തതാണ്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള്, എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്. ഷെഫിന് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഇതൊന്നും അല്ല ഷെഫെ, എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ഷെഫിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരാള് വന്ന് എന്നെ നോമിനേറ്റ് ചെയ്ത് അങ്ങനെ ഒരാൾ വന്ന് നോമിനേറ്റ് ചെയ്തുകൊണ്ട് കിട്ടിയൊരു അവാർഡാണ്. അപ്പം സോ താങ്ക്ഫുൾ ഫോർ ദം ഓൾസോ. കാരണം അങ്ങനെ ഒരാൾ നമ്മളെ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിജയം. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഷെഫിനെ നോമിനേറ്റ് ചെയ്യാണ്, കിട്ടുമില്ലോ ഒന്നും അറിയത്തില്ല. ഷെഫ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, കാരണം ഈ വർഷത്തെ അജണ്ട അതിനെ തന്നെയാണ് മാച്ച് ചെയ്യുന്നത് ഷെഫിനെ. അതുകൊണ്ടാണ് ഷെഫ് പലതും അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഷെഫിനെ നോമിനേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. പറഞ്ഞതും ഇത് കിട്ടുമെന്ന് ഉറപ്പില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ അത് തോന്നി എന്നുള്ളതാണ് എന്റെ വിജയം. ബാക്കി പിന്നെ നമ്മുടെ ഭാഗ്യമാണ്. അദ്ദേഹത്തിനോട് പോകണം, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു പറയുമ്പോൾ ഞാൻ പാതി വിജയിച്ചു. കാരണം അങ്ങനെ ഒരാൾ എന്നെ അറിയാത്ത ഒരാൾ എന്നെ നമ്മളെ തന്നെ നമുക്കൊരു വിശ്വാസം അല്ലേ. അതെ, ഞാനേ മേടിച്ചു. പിന്നെ BBC മാസ്റ്റർ ഷെഫിലും അങ്ങനെ ഷെഫ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാം. കാരണം അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തോന്നുന്ന നാട്ടിലുള്ള ഒത്തിരി പേർക്ക് അറിയാതെ പോയിട്ടുണ്ട്. അത് അവരിലേക്ക് എത്തിക്കാന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് BBC മാസ്റ്റർ ഷെഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താണോ, എത്ര ലെവലിൽ പോയി എന്നൊക്കെ. അപ്പം ഞാൻ അവരോട് പറയുന്നത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പാർട്ടിസിപ്പൻസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ഷെഫായിട്ടാണ് എപ്പിസോഡിൽ വർക്ക് ചെയ്തത്. അപ്പം ഒരാൾക്ക് ഒരു എപ്പിസോഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ഈസിയാണ്. കാരണം നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാൻ അറിയാം, ആ ഡിഷിൽ നമ്മൾ എക്സ്പേർട്ടാണ്. അല്ലെങ്കിൽ 4, 5, 6 വട്ടം നമ്മൾ ഉണ്ടാക്കി നോക്കി നമ്മൾ എക്സ്പേർട്ടായി മാറും. അപ്പൊ നമുക്ക് ചെന്നാൽ കണ്ണും പൂട്ടിയ സാധനം ചെയ്യാം. പക്ഷെ ഇന്ത്യൻ കിച്ചൺ എന്തോ ആണെന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യൂസീൻ എന്തോ ആണെന്നോ തന്തൂർ കാണാൻ ഇല്ലാത്ത ഒരാൾ ട്രെയിൻ ആവാന്നത്. അപ്പം അവര് കിച്ചണിൽ വന്നു, അവരെ ട്രെയിൻ ചെയ്ത് 2 ഡിഷ് അതൊരു 30-40 പേർക്ക് സെർവ് ചെയ്തിട്ട് അത് ആ 40 പേരിൽ അവരുടെ 1-2 ഡിഷ്മാരും വന്നിരുന്ന് കഴിച്ചിട്ട് ആണ് അവരെ വാല്യൂട്ട് ചെയ്തത്. അപ്പം ഈ സെലിബ്രിറ്റീസിനെ അപ്പം ഇന്ത്യൻ കിച്ചൺ കാണാത്ത അല്ലെങ്കിൽ തന്തൂർ എന്താണെന്ന് അറിയാത്ത, ഇന്ത്യൻ ഫ്ലേവേഴ്സ് എന്താണെന്നത്, ഒരുപക്ഷെ ബ്ലാക്ക് പെപ്പർ കഴിഞ്ഞാൽ അവരുടെ സ്പൈസസ് നേരിട്ട് കണ്ടിട്ടോ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനത്തെ 2 പേരെ വിളിച്ച് ഇന്ത്യൻ കിച്ചണിൽ പണിയെടുപ്പിച്ചിട്ട് അവരെ കൊണ്ട് ലഞ്ച് സെർവ് ചെയ്യിപ്പിച്ച് ആ കഴിക്കാൻ വരുന്നവരിൽ അവർ ജഡ്ജസും ഫുഡ് ക്രിറ്റിക്സും ഒക്കെ ഉണ്ട്. അത് കഴിച്ചിട്ട് അവർ അടുത്ത ലെവലിലേക്ക് പോകണം. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര വലിയ ചലഞ്ചാണ്. ഒന്നാമത്തെ കാര്യം, ഒരു ഐഡിയയും ഇല്ലാത്ത 2 പേരെ ഇന്ത്യൻ കിച്ചനെ കുറിച്ചും ഇന്ത്യൻ സ്പൈസിനെ കുറിച്ചും ഇന്ത്യൻ കുക്കിംഗ് ടെക്നിക്സിനെ കുറിച്ചും പഠിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, ഞാനൊരു നാട്ടില് മാവലിക്കരയിൽ ഒരു സാധാരണ മലയാളം മീഡിയം സ്റ്റുഡന്റ് ആയിട്ട് പഠിച്ചിട്ട് ഈ നമ്മൾ ഹോട്ടൽ മാനേജ് പഠിച്ചെങ്കിലും നമുക്ക് ആ ഒരു ലാംഗ്വേജ് കമാൻഡ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ യാതൊരു സമയം. ശരിയാണ്, UK വന്നിട്ട് ഇത്ര വർഷമൊക്കെ ആയെങ്കിലും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു അപകർഷതാബോധം ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഒരു നാഷണൽ ചാനലില് നാഷണൽ സെലിബ്രിറ്റീസിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസ്ഥ. അപ്പം അതൊരു ഭയങ്കര ഒരു ചലഞ്ചിങ്, എന്നെ സംബന്ധിച്ചോളം ദാറ്റ് വാസ് എ ബിഗ് ചലഞ്ചിങ്.
പക്ഷേ ടു വെരി ഓണസ്റ്റ് ദൈവത്തെ വിളിച്ച് രാവിലെ ഇറങ്ങി തിരിച്ചു. നമ്മൾ ഈ നാട്ടിലെ ചില പോലീസുകാരൊക്കെ പറയുന്നില്ലേ, ഈ യൂണിഫോം ദേഹത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായതാ തോന്നില്ല എന്ന് പറയുന്ന പോലെ ടു വെരി ഓണസ്റ്റ് അതുവരെ ഉണ്ടായിരുന്ന പേടി ഷെഫ് കോഡിട്ട് അത് കിച്ചണിൽ ചെന്ന് അവർ അഡ്രസ് ചെയ്തു. പിന്നെ ഐ ഡിഡ്ന്റ് ഈവൻ സീ എനിത്തിങ്. I was just started. I mean, actually I was leaving that show. I enjoyed it. എന്നെ പ്ലസ് ടു ഒരു ഇംഗ്ലീഷ് സാർ എനിക്ക് മെസ്സഞ്ചറിൽ ഒരു കമന്റ് ഇട്ടു, നിനക്ക് ഇത്രയ്ക്ക് ഇംഗ്ലീഷ് അറിയാവോ? അതെ അതെ, നമ്മുടെ നാട്ടിലുള്ളവർ ആദ്യം ചോദിക്കുന്നത് അതായിരിക്കും അല്ലേ, ഇംഗ്ലീഷ് ഒക്കെ പറയാൻ അറിയാമോ എന്നുള്ള. അത് ഇതുവരെ മാറിയിട്ടില്ലെന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റ്യൻ മാറിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊരു ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ എനിക്ക് തന്നൊരു മഴ ഇപ്പൊ എന്നെ പലരും അറിയാൻ തുടങ്ങാൻ കാരണം അതൊരു ആ ഒരു ഇൻസിഡന്റ് ആണ്. അല്ലെങ്കിൽ ഷെഫ് ജോമോൻ എന്നൊരാള് എക്സിസ്റ്റിംഗ് ആണ് എന്ന് പലരും അറിയാൻ തുടങ്ങുന്നത് ഒരു വിഷയമല്ല, ആ പ്രോഗ്രാം നമുക്ക് കിട്ടിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം സക്സസ് ആയതുകൊണ്ട്. ഷെഫ് ജോമോനെ ഞാൻ പരിചയപ്പെടുന്നത് ക്ലബ് ഹൗസിൽ ത്രൂ ആണ്. അത് വേറൊരു കാര്യം. അവിടെ നിങ്ങളുടെ ക്ലബ് കിച്ചൺ, അതായത് അതിന്റെ അകത്ത് ഷെഫ് പിള്ള ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു, കുറെ ഷെഫുമാരുണ്ടായിരുന്നു. അതൊരു ഭയങ്കര നല്ല സംരംഭമായിരുന്നു. യെസ്, അതൊരു ഭയങ്കര നല്ല സംരംഭമായിരുന്നു. ആക്ച്വലി കേരളത്തിലുള്ള ഒരുപാട് ഷെഫുമാരെ, കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒരുപാട് ഷെഫുമാരെ, യെസ്, എല്ലാ ഷെഫ്മാരാണ്. അപ്പം അങ്ങനെ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ്, ചെറിയെന്നല്ല, നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് നാട്ടിലുള്ള ഷെഫ്മാരുമായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ പറ്റി, ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ പറ്റി. ഇങ്ങനെ ആൾക്കാർ പല രാജ്യത്തിന്റെ പല ഫോണിലുള്ള മലയാളി ഷെഫ്മാരെല്ലാവരും മിഥുനുണ്ട്, ഷെഫ് സുരേഷ് ഉണ്ട്, പിന്നെ ഷെഫ് മിഥുനുണ്ട്, റെയ്നോൾ, അങ്ങനെ നാട്ടിലുള്ള സെബാസ്റ്റ്യൻ ഷെഫ് കാലിക്കറ്റില്, അവൻ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് പല റെസ്റ്റോറന്റിലും പല ഹോട്ടലിലും വർക്ക് ചെയ്ത് പലരും പിന്നെ ആഹാരത്തിന് സ്നേഹിക്കുന്ന ഒരുപാട് പേര്. അതെ, പിന്നെ നല്ല പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു കൊറോണയുടെ, അതെ അല്ലേ? പിന്നെ വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ചുമ്മാതെ വന്നിരുന്ന് കത്തിയടിച്ച് കളയാതെ ഇൻഫോർമേറ്റീവ് ടോക്സ് ഒരുപാട് നടക്കാറുണ്ടായിരുന്നു. ഞാനും അതിന്റെ ഒരുപാട് നല്ല ഭാഗങ്ങളാകാൻ പറ്റി. എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, പ്രൊഫഷണൽ ആണെങ്കിലും അല്ലാതാണെങ്കിലും കുറെ പേരോടൊക്കെ നമ്മളെ അറിയാൻ ഒരു സാഹചര്യം, ഒരു പ്ലാറ്റ്ഫോം കൂടെ ആയിരുന്നു. ഉറപ്പായിട്ടും അത് കുറെ പേരിലേക്ക് എത്താൻ പറ്റി. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, ദൈവം തന്ന രണ്ട് വലിയ ക്വാളിറ്റികളിൽ ഓരോന്ന് ഈ തൊലിക്കട്ടിയും നാക്കിനില്ലായ്മയാണ്. സത്യം പറഞ്ഞ ക്ലബ് ഹൗസിൽ അത് ഒരുപാട് പ്രയോജനപ്പെട്ടു. അതെ അതെ, സംസാരിക്കുക എന്നുള്ളത് ഫ്രീ ആയിട്ട് നമുക്ക്. അതെ, ഷെഫിന്റെ നാട് എവിടാണ്? എന്റെ ഇവിടെ മാവേലിക്കരയാണ്. ആക്ച്വലി ആലപ്പുഴ ജില്ലയില് മാവേലിക്കര എന്നാണ് മെയിൻ സ്ഥലം. പക്ഷെ ഇച്ചിലൂടെ അകത്തോട്ട് ചെന്നിട്ട് തോന്നിക്കാട് എന്ന് പറയും. ശരിക്കും എന്റെ അതാണ് ഹാർഡ്കോർ. അപ്പൊ എങ്ങനെയാണ് ഈ കുക്കിങ്ങിലേക്കുള്ള ഈ ഒരു തുടക്കമായ ഒരു യാത്ര, അതെങ്ങനെ എന്താ പറയാ, ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ? എന്നോട് ഒരുപാടടുത്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ റീസെന്റ് മനോരമയിലെ ഒരു ആർട്ടിക്കിൾ തന്നെ വന്നതിന്റെ ക്യാപ്ഷൻ പീറ്റർ പ്രേമം ജീവിതമാർഗമാക്കിയ ഷെഫ് എന്ന് തന്നെ പറഞ്ഞാണ് ഒരു ക്യാപ്ഷൻ പോലും മനോരമയിലെ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത്. സോ ട്രൂ. അപ്പ സൗദിയിലാണ് ജോലി ചെയ്തത്. അപ്പം ഞാനും എനിക്കൊരു അനിയനും മമ്മിയുടെ കൂടെ താമസം. അത് ഈ 10ാം ക്ലാസ് ഒക്കെ കഴിയുമ്പോ ഉണ്ടല്ലോ, നമ്മൾ ആമ്പിള്ളേരെല്ലാം ഒരു ഇച്ചിരി പറക്കാൻ പറ്റുന്ന സമയമാണ്. മമ്മിയുടെ ആ ചൂടി ഇതൊക്കെ മാറി 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേനും ഒന്ന് വെളിയിൽ പോയി ഒന്ന് സെറ്റ് ആകുന്ന സമയമാണ്. അപ്പം ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഫുഡ് അടി ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്. അതിപ്പോ വീട്ടില് മമ്മി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മീൻകറി കട്ട് തിന്നാനാണെങ്കിലും, മമ്മി മാറ്റി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പൂ നെയ്യപ്പൂ കട്ട് തിന്നാനാണെങ്കിലും, കിട്ടുന്ന പൈസ സ്വരൂപ് ഇട്ട് വെച്ചിട്ട് ബേക്കറി പോയി മുട്ട പപ്സ് കഴിക്കാനാണെങ്കിലും, അത് ഭയങ്കര ഫുഡ് ചെയ്യായിരുന്നു. ആക്ച്വലി ആ സമയങ്ങളിലും അങ്ങനെ ഫുഡ് ചെയ്യായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് +2 ഒക്കെ ആയപ്പോഴത്തേനും ചെറിയ ബൈക്കൊക്കെ വീട്ടിൽ വാങ്ങിച്ചു. വീട്ടിലെ ആവശ്യത്തിനുള്ള വ്യാജേന മേടിപ്പിച്ചതാണ് മമ്മിയെ പഠിപ്പിച്ചത്. വണ്ടിയിൽ കറക്കം, ഫുഡടി, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ. അപ്പൊ വീട്ടിൽ ഈ കറക്കം കൂടുതലായത് കാരണം വീട്ടില് പോക്കറ്റ് മണി വരലൊക്കെയാണ്. അപ്പൊ ആ പോക്കറ്റ് മണി കിട്ടാതായപ്പം അടുത്തുള്ളൊരു ചിക്കൻ ഷോപ്പില്, അത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോപ്പാണ്, അദ്ദേഹത്തിന്റെ ഷോപ്പിൽ ചിക്കൻ ഷോപ്പിൽ പണിയെടുക്കാൻ പോകും. എന്തിനാ? പോക്കറ്റ് മണി ഉണ്ടാക്കാൻ, പെട്രോൾ വെളിയിൽ പോയി ഫുഡടി. വീട്ടിലിറങ്ങാൻ കുളദോഷിക്കാൻ നേഷണൽ അടുക്കൽ കൊണ്ടുവിട്ടതാണ്. +2 അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാറിന്റെ അടുക്കൽ. അദ്ദേഹത്തിന്റെ പേര് സുനിൽ ഡി കുരുള എന്നാണ്. അദ്ദേഹം ആ വർഷം കരിയർ ഗൈഡൻസിന്റെ ഒരു സ്ഥാപനം തുടങ്ങി. ഇപ്പോഴും അത് ഭയങ്കര ഭംഗിയായിട്ട് നടക്കുന്നു മാവേലിക്കരയിൽ.
ഇൻസൈറ്റ് വിഷൻ എന്ന് പറഞ്ഞിട്ട്. ഒരു പക്ഷേ എന്നെയാണ് ആദ്യമായിട്ട് അദ്ദേഹം കരിയർ ഗൈഡൻസ് ചെയ്യുന്നത്. സാറിനോട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്താ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു സാർ ഒരു പ്രശ്നമില്ല, അപ്പൊ നമ്മൾ തല്ല് കിട്ടുമോ വഴക്കുമെന്നൊക്കെയുള്ള ഒരു ഉദ്ദേശം എടുത്തിരിക്കുന്നത്. അപ്പൊ സാറ് വളരെ പേഴ്സണലി പറഞ്ഞു, ആമ പോയിക്കോ, ഞാൻ അവിടെ വൈകിട്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. വൈകിട്ട് എന്നെ വിളിച്ചോണ്ട് വെളിയിലോട്ട് പോയി സംസാരിച്ചു. എന്താ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞു സാർ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, അപ്പം നീ എവിടെയൊക്കെ പോയി ഫുഡ് കഴിക്കും? ഞാൻ പറഞ്ഞു സാറേ മാവേലിക്കുള്ള എല്ലാ കടകളിലും പോയി ഞാൻ ഫുഡ് കഴിക്കും. ഇപ്പൊ ബാസാദ്കോട്ടിലെ ബീഫ് ബിരിയാണി ആണെങ്കിലും വെങ്കടേഷ് ഹോട്ടലിലെ മസാല ദോശ വടയാണെങ്കിലും വൈകിട്ട് ഷാനിന്റെ തട്ടുകടയിൽ പോയി ചിക്കനും ചപ്പാത്തിയും കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കമല ബേക്കറിലോ ബെസ്റ്റ് ബേക്കറിലോ പോയി മുട്ടപ്പസും ഡ്രിങ്ക്സും കഴിക്കാനാണെങ്കിൽ അപ്പം ഐ വാസ് വെരി പ്രിസൈസ്. എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ബെസ്റ്റ് കിട്ടുന്നതെന്ന് വരെ എനിക്കറിയാം. ആ സമയത്തെ കാര്യമാണ്. അപ്പൊ ആക്ച്വലി ഹി ഷോക്ക്ഡ്. അപ്പൊ പറഞ്ഞു നിനക്കുള്ള പൈസ? ഞാൻ പറഞ്ഞു സാർ വീട്ടിൽ പണ്ട് പൈസ കിട്ടുമായിരുന്നു, ഇപ്പം ഞാൻ ഒരു ചിക്കൻ ഷോപ്പിൽ വർക്ക് ചെയ്യും, എന്നിട്ട് ആ പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ ഫുഡ് മേടിക്കും. അത് അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചാണോ, അദ്ദേഹത്തിന് അതൊരു ഇൻസൈറ്റ് ആയതാണോ, അതോ അദ്ദേഹത്തിനെ ചിന്തിപ്പിച്ചാണോ എന്തോ എനിക്കറിയത്തില്ല. ആക്ച്വലി പിന്നെ അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പൈസ അതിനകത്ത് കളയുന്നില്ല, ഞാൻ കഴിക്കാൻ മാത്രമാണ് ഈ പൈസ, എനിക്ക് ഫുഡ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പൈസ എടുക്കുന്നു. അപ്പം അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാ നിനക്ക് ഇതൊരു ജീവിതമാർഗമാക്കി കൂടാ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലിറ്ററലി ആ ഒറ്റ ചോദ്യത്തിന്റെ പുറത്ത് ഇറങ്ങി തിരിച്ചാണ് മീ ടു സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. അങ്ങനെ ഇന്നും അദ്ദേഹത്തിന് താങ്ക്ഫുൾ ആണ്. അദ്ദേഹം തന്നെ എന്നെ കൂടെ കൊണ്ടുവന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ചേർത്ത് എന്റെ കോളേജിൽ കൊണ്ട് ചേർത്ത് അദ്ദേഹം എന്റെ കൂടെ ട്രാവൽ ചെയ്ത് എന്നെ കൊണ്ട്, കാരണം അന്ന് അപ്പ സ്ഥലത്തിലിരുന്നു സാർ അവനെ കൊണ്ട് ചേർക്കും. അങ്ങനെ സാർ എന്റെ കൂടെ വന്നു മംഗലാപുരത്ത് എന്റെ കോളേജിൽ എന്നെ കൊണ്ട് ചേർത്ത്. ഒരു പക്ഷെ എവിടെയോ പഠിച്ചു പോകേണ്ട ഒരു ലൈഫിനെ സെക്യൂർ ആക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ചെല്ലുമ്പോൾ നമ്മൾ അതിനകത്ത് എന്താ പറയാ, ഒരു പക്ഷെ 3 ദിവസം കഴിഞ്ഞ്, ഒരു ദിവസം 3-4 ദിവസം കഴിഞ്ഞ് ആൾക്കാർ ജോലിക്ക് പോകാൻ മടിക്കുമ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് പോകാനാണ് ഇഷ്ടം, നമുക്ക് ഇഷ്ടമുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത്. ഐ ലവ് ആൾക്കാരെ കാണുക, പുതിയ ഗസ്റ്റിനെ കാണുക, അവർക്ക് ഫുഡ് കൊടുക്കുക. ഇപ്പൊ എത്ര വർഷമായി UK-ല്? എത്ര വർഷമായി? ഞാനൊരു 13 കൊല്ലമായി അല്ലെ? ഷെഫിന്റെ വീട്ടിൽ 4 പെൺകുട്ടികളുണ്ട്, അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? 3 പെൺകുട്ടികളും ഏറ്റവും മൂത്ത പെൺകുട്ടി എന്റെ വൈഫാണ്. അത് കഴിഞ്ഞ് 3 പെൺകുട്ടികൾ വേറെയാണ്. വൈഫിന്റെ പേര് എങ്ങനെയായിരുന്നു? ലിൻജോ എന്നാണ് വൈഫിന്റെ പേര്. ഞാനിട്ട പേരൊന്നും അല്ല, അങ്ങനെ തന്നെ കിട്ടിയ ഒരു പേരാണ് ലിൻജോ. ലിൻജോ സാറോഗീസ് ആണ് പുള്ളിക്കാരുടെ പേര്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ വൈഫിനോട് പറഞ്ഞു, മക്കള് അത് ദൈവം നമുക്ക് തരുവാണെങ്കിൽ ആണായാലും പെണ്ണായാലും പേര് ജോ വെച്ചിരണം. അത് ചിലത് നമ്മൾ പറയും ജെ വെച്ചിരണം എന്നൊക്കെ. അതിലും എനിക്ക് ഭയങ്കര പ്രിസൈസായിരുന്നു. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യുന്നത് ജോ വെച്ച് തന്നെ വേണം, ജെ 2 ലെറ്റേഴ്സ്. അത് തന്നെ പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, എന്നേലും ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീട് മേടിക്കാൻ യോഗം ഉണ്ടെങ്കിൽ ആ വീടിന് ഇടാൻ വെച്ചിരിക്കുന്ന ഒരു പേര് ജോസ് നെസ്റ്റ് എന്നാണ്. അപ്പം ജോസ് നെസ്റ്റ് എന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ ജോ വെച്ച് തന്നെ വേണം. അപ്പൊ ലക്കിലി വൈഫിന്റെ പേരും ലിൻജോ എന്നാണ്. ജോയ് ഉണ്ട് അവിടെ. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പേര് ജോയില് അല്ലെ? ഷെഫിന്റെ ഫ്യൂച്ചർ ആളുടെ പേര് ജോവിയ എന്നാണ്. ജോവിയ, പിന്നെ ആളുടെ പേര് ജോവിയ, രണ്ടാമത്തെ ആളുടെ പേര് ജോഷീൻ, ആളുടെ പേര് ജോഷ്ലീൻ. ഒരാളുടെ കൈ ഈയിടയ്ക്ക് കണ്ടോ ഒടിഞ്ഞിട്ടോ എന്തോ പറ്റിയിട്ടുണ്ടല്ലേ? അധികം കുറ്റം പറയാൻ പറ്റത്തില്ലേ, ജനസ് നമ്മുടെ അല്ല പ്രായല്ലേ, പിള്ളേര് കളിച്ചു വളരുന്ന പ്രായം, പിന്നെ മരം കയറി നടന്ന പ്രായം. ഷെഫിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ശരിക്കും? ഡ്രീം പ്രോജക്ട് അല്ലെങ്കിൽ ഡ്രീം എന്താന്നുള്ളത്? ഡ്രീം എന്നൊക്കെ ചോദിച്ചാൽ എന്നെ ജീവിപ്പിക്കുന്ന ഡ്രീംസ് ആണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കുന്നിടത്തോളം കാലം പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ സംരംഭങ്ങളിൽ എത്തിച്ചേരുക, പുതിയ ചലഞ്ചസ് മീറ്റ് ചെയ്യുക. അതായത് ലിവ് ഇൻ ദ പ്രസന്റ് കൺസെപ്റ്റ് ആണ് കൂടുതൽ ഷെഫിന്റെ മുന്നിലുള്ളത്. ആക്ച്വലി യെസ്, കാരണം ഇപ്പോഴത്തെ എന്റെ ലൈഫ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലർ ഒരുപാട് പേര് കാണും, എനിക്കെന്നാ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നത്, ഞാനൊരു നല്ല ബിസിനസ്മാൻ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ അടുക്ക് വരുന്നവരെ നല്ല ഫുഡ് കൊടുത്ത് സന്തോഷിച്ചു വിടാൻ മാത്രം എനിക്കറിയാം. അതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നു. പിന്നെ ചിലപ്പം ഒരു റെസ്റ്റോറന്റ് ഫീൽഡിലോട്ട് ഇറങ്ങിയാൽ ഞാൻ ഇത്രത്തോളം എന്റെ ജോലി എൻജോയ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ആഗ്രഹങ്ങള് വെരി ഓണസ്റ്റ് അത് ഭയങ്കര വലുതാണ്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ. പിന്നെ അതെല്ലാം
എല്ലാം നടക്കട്ടെ, എല്ലാം നടക്കട്ടെ, എല്ലാം അതിമനോഹരമായിട്ട് തന്നെ പോട്ടെ. പക്ഷെ എന്നാലും ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പോഴുള്ളതിൽ സന്തോഷം കണ്ടെത്തി നമ്മൾ ആ പോകുന്നെന്ന് പറയുന്നത് തന്നെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ബാക്കിയെല്ലാം അതിന്റെ വഴിക്ക് വന്നോളൂ എപ്പോഴും. അതങ്ങനെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ 2008 ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ ഞാൻ സ്റ്റുഡന്റ് വിസിൽ പഠിക്കാനായിട്ടാണ് നാട്ടിൽ വരുന്നത്, ഹയർ സ്റ്റഡീസ്. അപ്പം അപ്പനോട് വഴക്കിട്ടാണ് ഞാൻ ഹോട്ടൽ മാൻ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു കുഷ്ണിക്കാരനാക്കാൻ ആമക്കളൊന്നും ഇല്ല എന്ന് പറഞ്ഞ അപ്പനെ കൺവിൻസ് ചെയ്ത് ഹോട്ടൽ മാൻ പഠിക്കാൻ പോയി. UK പഠിക്കാൻ വന്നു. ഇവിടെ ജോലി കിട്ടാതെ ഒരു 3-5 മാസമൊക്കെ നടത്തുമ്പം ഈ എന്താ പറയാ, ഈ കയ്യിൽ കാശില്ല ഫുഡ് അടിക്കാൻ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ പണ്ട് ഈ അഹങ്കരിച്ചാണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഫുഡിന് ഫുഡ്, പൈസ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി കയ്യില് രാവിലെ എണീക്കുമ്പോ ഉച്ചയ്ക്ക് വൈകിട്ടോ കഴിക്കാൻ ഫുഡില്ല, കൈ കാശില്ല. അപ്പനോട് ചോദിക്കാൻ മടി. കാരണം ഞാൻ എനിക്ക് വേണ്ടി എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാ അപ്പനെ വഴക്കിട്ട്. അപ്പം ഞാൻ പൈസ ചോദിക്കുമ്പോൾ എനിക്കെങ്കിലും എത്തിപ്പെടാൻ പറ്റിയില്ല എന്ന് എന്റെ അപ്പനെ അറിയിക്കാനുള്ള ഒരു ചെറിയ ഈഗോ, അത് കാരണം വീട്ടിൽ പൈസ ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ അങ്ങനെ ലിറ്ററലി കരഞ്ഞുകൊണ്ട് പട്ടിണി കിടന്ന അവസരങ്ങളും ഈ നാട് എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് വരെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് 13 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാം നന്മകൾ തന്നെയാണ്. ആരോടൊന്നും കുറ്റം പറയാനെല്ലാം എൻജോയിങ് ആയിട്ട്. ഇനിയും ആഗ്രഹങ്ങളുണ്ടില്ല എന്ന് പറയുന്നില്ല, അത് എന്നെ ഡെയിലി ജീവിപ്പിക്കാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഞാൻ എത്തിപ്പെടണം. കാരണം ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി പിടിച്ചൊരു മനുഷ്യനാണ്. അപ്പം ഇതിൽ ബെസ്റ്റ് ആകുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് സ്വയം പഠിക്കുന്നു, സ്വയം പ്രയത്നിക്കുന്നു, സ്വയം പുഷ് ചെയ്യുന്നു. അതിൽ എത്തിപ്പെടാവുന്നിടത്തൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നു. കാരണം താങ്കൾ ഇപ്പോഴും ഞാൻ പറഞ്ഞത് തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു ജോമോൻ കുര്യാക്കോസിനെ എല്ലാവരും അറിയണമെന്ന് ഞാൻ ഇന്നുവരെ ആരോടും വാശി പിടിച്ചിട്ടില്ല. പക്ഷെ ഒരു ഷെഫ് ജോമോനെ 10 പേർക്ക് അറിയാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാനത് വേസ്റ്റ് ആക്കിയിട്ടുമില്ല. കാരണം അത് ദാറ്റ് ഈസ് വാട്ട് മീ. കാരണം ഞാൻ ഇറങ്ങി തിരിച്ച് എന്തിനാണെന്ന് എനിക്കറിയാം. അപ്പം അതില് ദൈവം ഒരു സക്സസ് ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ആൾക്കാർ അറിയണം. ഒരാൾക്ക് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവുകയാണെങ്കിൽ ഐ വിൽ ബി മോർ ഹാപ്പി വിത്ത് മൈ ലൈഫ്. അതുകൊണ്ട് ഒരു ഷെഫ് ജോമോനെ അറിയിക്കാൻ, അല്ലെങ്കിൽ അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും. എന്നോട് ഒരാൾ ചോദിച്ചു, റീസെന്റ് എന്നോട് ചോദിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ അയാൾക്ക് 50 ഫോളോവറേ ഉള്ളല്ലോ, പിന്നെ എന്തിനാ നീ അതിനെ അത്രയും സപ്പോർട്ട് ചെയ്യാം? ഒരാളോട് ചുമ്മാ ലോജിക്കലി ചോദിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പക്ഷെ ഒരാൾക്ക് 50,000 ഫോളോവേഴ്സ് കാണും. അയാൾ നമ്മുടെ ഒരു സ്റ്റോറി ഇടാൻ, നമ്മുടെ ഒരു ഫോട്ടോ ഇടാൻ, നമ്മളെ റീഷെയർ ചെയ്യാൻ. ചിലപ്പം ആ 50,000 പേരിൽ ചിലപ്പം 5,000 പേര് കാണുമായിരിക്കും, അല്ലെങ്കിൽ 50,000 പേര് കാണുമെന്നും വെച്ചു. പക്ഷെ നമ്മളെ അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ചിലപ്പോൾ 1, 2, 3 പേര് കാണും. പക്ഷെ ഈ 50 പേര് ചിലപ്പോൾ ഇടുന്നവന് എല്ലാരും നമ്മളെ അറിയണ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ 5 പേര് വരുന്നതിലും കൂടുതൽ ഇതിനകത്തുള്ള 50 പേരുണ്ട്. അതാണ് എന്റെ കൺസേൺ എന്ന് പറഞ്ഞ പോലെ. അപ്പം എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്റെ അപ്പന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ കുഷ്ണിക്കാരനാക്കാൻ വിടാൻ പറ്റാത്ത മോനെ. അപ്പം എന്റെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം എനിക്കൊരു ലേഡി എന്നെ വിളിച്ചത് ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ. ഒരു മാം എനിക്കൊന്ന് സംസാരിക്കണം, സാറെന്നൊക്കെ പറഞ്ഞാൽ സാറിനോട് എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് നമ്പർ തരുമോ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ്. ഞാൻ പറഞ്ഞു, മാം സാറിനൊന്നും വിളിക്കണ്ട, ഒന്ന് വിളിച്ചാൽ മതി, നമ്പർ ഞാൻ അയച്ചു കൊടുക്കും. ആ ലേഡി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത്, എന്റെ മോൾക്ക് ഹോട്ടൽ മാൻ പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹം, ഈ ഇൻഡസ്ട്രി അവർക്ക് നല്ലതാണോ, ജോബിന്റെ അഭിപ്രായം എന്താ? അങ്ങനെ എന്റെ നാട്ടിൽ നിന്ന് അതൊരു പെൺകുട്ടിക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചപ്പോ ഐ ഫെൽറ്റ് ഓക്കെ. ഒന്നുമില്ലെങ്കിലും ഞാൻ ഇറങ്ങി തിരിച്ചത് ആർക്കോ ഇഷ്ടപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അവർ കണ്ടതിൽ ഇൻസ്പയർ ആയിട്ടായിരിക്കുമല്ലോ. അപ്പൊ ഐ ഫെൽറ്റ്. ഞാൻ അവരോട് പറഞ്ഞതാണ്, ഒരിക്കലും ഒരു ഇൻഡസ്ട്രിയും പെൺകുട്ടിക്കല്ല, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ മാറ്റി വെച്ചിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇതൊരു മെയിൽ ഡൊമിനന്റ് ഇൻഡസ്ട്രിയാണ്. ഒരിക്കലും UK ഷെഫ്മാരുണ്ട്, ലേഡീസ് ആണ്, ദേ വെരി പവർഫുൾ. കിച്ചണിൽ എന്റെ കൂടെ ലേഡി ഷെഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ദേ വെരി പവർഫുൾ. ചോദിച്ചത് അവര് സേഫ് ആണോ കിച്ചണിൽ? ഞാൻ പറഞ്ഞു, ഹോട്ടൽ മാനേജർ പറഞ്ഞാൽ വളരെ ഓഡ് അവേഴ്സ് ആണ്, പാതിരാത്രിക്ക് വർക്ക് ചെയ്യണം. ഒരു പക്ഷേ എല്ലാ മെയിൽ സ്റ്റാഫിന്റെ കൂടെ ഒരു സിംഗിൾ സേഫ്റ്റി. അവൾ എവിടെ വരയ്ക്കുന്ന വരയാണോ അതാണ് അവിടെ സേഫ്. അത് ക്രോസ് ചെയ്ത് ആരും അവളുടെ ചെല്ലില്ല. അവൾ എവിടെ വര വരയ്ക്കണം അവള് തീരുമാനിക്കും. അവൾ എവിടെ നോ പറയണം എന്ന് അവള് തീരുമാനിക്കും. അതാണ് അവിടെ സേഫ്റ്റി. അല്ലാതെ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ പേഴ്സണും വേറൊരാളുടെ ഇൻഡിവിജ്വാലിറ്റിയിലോട്ട് കടന്നു കയറാറില്ല. അത് ഒരു രാജ്യത്തും നമ്മൾ കൊടുക്കുന്ന അക്സെപ്റ്റൻസ് ആണ് അത് അവരെ അത് ചെയ്യിക്കുന്നതാണ്. അത് പക്ഷേ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ എല്ലാവരും
അവരുടെ ഫാമിലി ഉള്ളവരും കാര്യങ്ങളും ഒക്കെ ആയിരിക്കണമല്ലോ. നിങ്ങൾ കൊടുക്കുന്ന അക്സെപ്റ്റൻസ് മാത്രമാണ്. അപ്പം യു ഷുഡ് ലേൺ വേർ ടു ഡ്രോ യുവർ ലൈൻ, ഹൗ തിക്നെസ് ആൻഡ് ഹൗ തിക്നെസ് ഇറ്റ് ഈസ്. അല്ലാതെ വേറൊന്നുമില്ല. ആ കുട്ടി ഞാൻ പഠിച്ച കോളേജില് കഴിഞ്ഞ 1-ാം തീയതി ക്ലാസ്സിന് കയറി. ആദ്യത്തെ ബാച്ച് ക്ലാസ്സിന് ഞാൻ ഇവിടുന്ന് വെർച്വലി ക്ലാസ് എടുത്തത്. ക്ലാസ് ഞാൻ അവിടുന്ന് വെർച്വലി എടുത്തത്. ഗുഡ് മൈസെൽഫ്. അപ്പൊ മാം എന്നെ വിളിച്ചു, അവരെന്നെ വിളിച്ചു. ആക്ച്വലി അന്ന് വൈകിട്ട് എനിക്കറിയില്ലായിരുന്നു. അവര് പറഞ്ഞത് പേരൻസും സ്റ്റുഡൻസും ഒരുമിച്ചാണ് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ കഥയും അവരോട് പറഞ്ഞപ്പോ ആക്ച്വലി അത് വളരെ ക്ലോസ്ഡ് ഹാർട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് അത്. ആക്ച്വലി യെസ്. അതെ, നമുക്ക് ചില മൊമെന്റ്സ് നമ്മുടെ ലൈഫിൽ മറക്കത്തില്ല. അതെ അതെ അതെ. അപ്പം ഷെഫിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്താണ് എന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ ആശംസകളും. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ കേരള ഫുഡിനെ ഇത്രയും അടിപൊളിയായിട്ട് സായിപ്പുമാരുടെ ഇടയിലോട്ട് അങ്ങോട്ട് എത്തിച്ചതിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. ഞാൻ ആ ഇൻസ്റ്റഗ്രാം പേജ് ഇങ്ങനെ ഓരോന്നും കാണുമ്പോഴേക്ക് അയ്യോ ഇതിങ്ങനെ വെക്കാവോ, എന്നാലും ഇതിങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റില്ല. ഇത് അടിപൊളി സംഭവം. പക്ഷെ അതിന്റെ പ്ലേറ്റിങ്ങും കാര്യങ്ങളും എല്ലാവരും ഷെഫ് ജോമോന്റെ ആ ഇൻസ്റ്റഗ്രാം പേജ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഷെഫ് ജോമോൻ /Indian ഫുഡ് പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ട്. എക്സിക്യൂട്ടീവ് ഷെഫാണ് ലണ്ടനില്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഷെഫിനെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ഇനിയും ഒത്തിരി ആൾക്കാരുണ്ട് ഇങ്ങനെ ഇടയിൽ മുന്നിലേക്ക് വരാനും. അപ്പം അവർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് തീരട്ടെ. നിങ്ങളെപ്പോലുള്ളവര് ശരിക്കും വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. നമ്മളുടെ ആ ഒരു കൊച്ചു കേരളത്തെ മറ്റുള്ളവരിലേക്ക് ഇത്ര അടിപൊളിയായിട്ട് എത്തിക്കുന്നത് ഷെഫ് പിള്ള അതിന് വേറൊരു എക്സാമ്പിള്. അതുപോലെ തന്നെ ഷെഫ് ജോമോന് അതുപോലെ തന്നെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ ഫോർ ദ റീസെന്റ് അവാർഡ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് മീ. ഷെഫിനെ ഞാൻ ആദ്യമേ ഇൻവിറ്റേഷൻ വിട്ടപ്പോ എന്റെ അടുത്ത് പറയാന് ഈ ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, ഞാനത് ജോയിൻ ചെയ്ത അതുപോലെ തന്നെയായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം all the best with everything and thanks for joining with me. You were listening to podcast by Nisha George and you have met Chef Jomon from UK. Actually UK എന്നല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നും മാവേലിക്കരയിൽ. Thank you. See you soon.